വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയൊരു സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ അതിനുമുമ്പ് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇവിടെ ഇരിക്കുന്നതിന് 10 വർഷത്തിന് മുകളിലായിട്ട് ബിസിനസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? 10 വർഷത്തിന് മുകളിൽ ബിസിനസ് ചെയ്യുന്ന ആരെങ്കിലും ചാറ്റ് ഇട്ടാലും മതി. ഓക്കെ, നമ്മളൊരു 5 വർഷത്തിന് മേളിലായിട്ട് ബിസിനസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? 5 വർഷത്തിന്. ഓക്കെ ഓക്കെ, ആ നേരത്തെ അല്ലേ. അടുത്ത ഒരു വർഷത്തിന് മുകളിലായിട്ട് ബിസിനസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ജസ്റ്റ് തുടങ്ങി 1 വർഷമായി, അല്ല 1 to 5 ഇയർ ആയിട്ടുണ്ട്, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ബിസിനസ് തുടങ്ങാൻ പോകുന്ന ഇടയ്ക്ക് കട്ടായി പോലെ നെറ്റിന്റെ ഇഷ്യൂ ആയിരുന്നു. ഓക്കെ ഫൈൻ. ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടോ? റൈറ്റ്. നമ്മള് ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് എന്താണ് ബിസിനസ് എന്ന് നമ്മൾ അറിയണം. എന്താണ് ബിസിനസ് എന്ന് അറിഞ്ഞാൽ മാത്രമാണ് ബിസിനസ് തുടങ്ങാൻ സാധിക്കുക. അപ്പോൾ നമ്മള് ഇന്നത്തെ ഒരു സെക്ഷൻ എന്ന് പറയാൻ സാധാരണ ഒരു ക്ലാസ് അല്ല. നിങ്ങൾ ഇന്ന് വരെ കേൾക്കാൻ സാധ്യതയില്ലാത്ത വിഷയമായിരിക്കാം പലർക്കും. ശരിക്കും മൈക്രോ ആൻഡ് സ്മോൾ മീഡിയം ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസിന്റെ ലെവൽ തന്നെ വേറെ ലെവലിലേക്ക് പോകും എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. കാര്യം ഇന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് നേരത്തെ അറിയാൻ സാധ്യത വളരെ കുറവാണ്. ഇത് അറിഞ്ഞു കഴിഞ്ഞുള്ള ഗുണമാണ് ആദ്യത്തെ കാര്യം. ഇത് അറിഞ്ഞാൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ബിസിനസ് ചെയ്യാൻ കഴിയുക. അപ്പൊ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത സമയത്ത് ഒരാൾ പറഞ്ഞു, എനിക്ക് തോന്നുന്നു അനീഷ് ഭായി ആണെന്ന് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും ബിസിനസ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. അദ്ദേഹം പറഞ്ഞതിൽ കാര്യമുണ്ട്, ശരിയുമുണ്ട്, എന്നാൽ ചില തെറ്റുമുണ്ട്. ഒരു അർദ്ധ സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ഒരു ഭാഗം ശരിയാണ്, എല്ലാവർക്കും ബിസിനസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആർക്കും ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഭാഗം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ആദ്യം ഒന്ന് പരിശോധിക്കാം. ആരാണ് ബിസിനസ്സുകാരൻ എന്നറിയുന്നതിന് മുമ്പായിട്ട് ബിസിനസ്സുകാരന് എന്തൊക്കെ ഉണ്ടാകണം എന്നുള്ള കാര്യം ആദ്യം ഒന്ന് പരിശോധിക്കാം. ഒരു ബിസിനസ്സുകാരനായിട്ട് വരണമെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്? പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് ബിസിനസ്സുകാർ വേണ്ടത്. അപ്പൊ എല്ലാവരും പറയാറുണ്ട്, സാധാരണ ബിസിനസ്സുകാർക്ക് ആദ്യം എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയും കാശ് വേണം, അല്ലെങ്കിൽ കുടുംബ പാരമ്പര്യം വേണം, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വേണം, അല്ലെങ്കിൽ സിസ്റ്റം വേണം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ എല്ലാവരും പറയാറുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല ആദ്യം ഉണ്ടാകേണ്ടത്. ആദ്യം ഉണ്ടാകേണ്ട കാര്യങ്ങൾ 3 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് IQ. ഇന്നത്തെ ക്ലാസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഒരു സാധാരണ ഒരു ക്ലാസ്സേ അല്ല, നിങ്ങൾക്കത് പോയി മനസ്സിലാവും. IQ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റലിജൻസ്, നമ്മുടെ ബുദ്ധി, നമുക്ക് പഠിക്കുവാനുള്ള കഴിവ്, കണക്ക് മനസ്സിലാക്കുവാനുള്ള കഴിവ്, ഓർമ്മശക്തി ഉണ്ടാവേണ്ട കഴിവ്, ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് IQ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമതുണ്ടാവേണ്ട ഒരു കാര്യമാണ് IQ. രണ്ടാമതുണ്ടാകേണ്ട കാര്യമാണ് EQ, ഇമോഷണൽ കോൺഷ്യൻ എന്ന് പറയുന്ന, അതായത് വൈകാരികപരമായിട്ടുള്ള ബുദ്ധി. നമ്മുടെ മനസ്സിനെ നമുക്ക് തന്നെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്ന ഒരു കഴിവാണ് EQ എന്ന് പറയുന്നത്. അതായത് നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കുവാനുള്ള കഴിവാണ് EQ. മൂന്നാമത് ഉണ്ടാവേണ്ട കഴിവാണ് SQ, സോഷ്യൽ കോൺഷ്യൻസ്. ദാറ്റ് മീൻസ് പീപ്പിൾ മാനേജ്മെന്റ്, അതായത് ജനങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവ്. അപ്പൊ ബിസിനസ്സുകാരന് 3 കാര്യങ്ങൾ ഉണ്ടാകണം. ഒന്ന് IQ ഉണ്ടാകണം, EQ ഉണ്ടാകണം, SQ ഉണ്ടാകണം.
SQ എന്ന് പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, പീപ്പിൾ മാനേജ്മെന്റ്. മറ്റുള്ളവരെ മാനേജ് ചെയ്യുവാനുള്ള നമ്മുടെ കഴിവാണ് SQ എന്ന് പറയുന്നത്. അപ്പൊ ഇത് മൂന്നുമുള്ള ആളാണ് യഥാർത്ഥത്തിൽ ബിസിനസ്സുകാരൻ. ഇത് മൂന്നും ഇല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഇന്നലെ പറഞ്ഞ പോലെ, അനീഷ് ഭായി പറഞ്ഞതുപോലെ, ഇത് മൂന്നും ഇല്ലാത്ത ആൾക്കാർ ബിസിനസ് ചെയ്താൽ പരാജയപ്പെടും. ഇത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമാണ് ബിസിനസ് ചെയ്യേണ്ടത്. നമുക്കൊന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നമുക്ക് പരിശോധിക്കാം. ഇപ്പൊ IQ, നമ്മുടെ ഇന്റലിജൻസ് കോൺഷ്യന്റ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാങ്കേതിക വിദ്യ വളർന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിപരമായിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ടെക്നോളജി ചെയ്തോളൂ. നമുക്ക് വളരെ സഹായിപ്പുണ്ട്. IQന്റെ കാര്യത്തിൽ വലിയ വിഷയമില്ല. നമുക്ക് കണക്കിന് മോശമാണ്, കുഴപ്പമില്ല. നമുക്ക് ആപ്പുണ്ട്, സാമ്പത്തിക കാര്യങ്ങൾ നോക്കാനുള്ള ആപ്പ് വെച്ച് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. ഓർമ്മശക്തി കുറവാണെങ്കിൽ നമുക്ക് ആപ്പ് വെച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നമുക്ക് അതിനുള്ള ടെക്നോളജി ഇന്നുണ്ട്. പക്ഷെ എങ്കിലും സാമാന്യമായിട്ട് ഉണ്ടാകണം. പക്ഷെ IQ ഇല്ലാത്ത ആൾക്കാർ വളരെ കുറവാണ്. തീരെ കുറഞ്ഞ ആൾക്കാർ ബിസിനസ്സിലേക്ക് ഇറങ്ങില്ല, അവർക്ക് ഇറങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ എല്ലാവർക്കും IQ ഉണ്ടെന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. അടുത്തുണ്ടാകേണ്ട കാര്യമാണ് EQ, മാനസികപരമായിട്ടുള്ള നിയന്ത്രിക്കുവാനുള്ള കഴിവ്. അപ്പൊ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പേ കോഴിക്കോട് ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ട്രെയിനിങ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. അപ്പൊ ഞാൻ ട്രെയിനിൽ പോയ സമയത്ത് എൻ്റെ കമ്പാർട്ട്മെന്റിൽ തൊട്ടടുത്ത് വേറൊരു മദ്യപിച്ചിട്ടാണ് ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇപ്പുറത്തിരുന്നു, അയാൾ അപ്പുറത്തിരുന്നു. അയാൾ മദ്യപിച്ചിട്ട് എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ആൾ കയറി വന്നു, തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ്. അപ്പൊ അയാളും കോഴിക്കോട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അയാൾ വന്നത്. വന്നപ്പോ അയാളുടെ സീറ്റിൽ വേറൊരാൾ ഇരിക്കുന്നു. അയാൾ മദ്യപിച്ച ഒരാളാണ്. ഏവർ തമ്മിൽ ഭയങ്കര വഴക്കായി, അവസാനം അടിയായി. അവസാനം പോലീസ് വന്നു, രണ്ടുപേരെയും കൊണ്ടുപോയി. കാരണം രണ്ടുപേരും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ട്രെയിനിന്റെ അകത്ത് മദ്യപിച്ച് കയറുന്നത് കുറ്റകരമാണ്. ഞാൻ ആ നിമിഷം കുറച്ചു സമയം ആലോചിച്ചു, ഒരു പക്ഷേ എന്റെ സീറ്റിലാണ് ഇയാൾ ഇരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ഞാനും മറ്റയാളെ പോലെ അയാളെ വഴക്കുണ്ടാക്കി ഞാൻ ചിലപ്പോ കോഴിക്കോട് പോകാൻ വേണ്ടി നിന്ന ഞാൻ ചിലപ്പോ ജയിലിലേക്ക് പോകേണ്ടി വരുമോ എന്ന് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചു. പലപ്പോഴും നമ്മുടെ മനസ്സ് കറക്റ്റ് അല്ലെങ്കിൽ മനസ്സ് നിയന്ത്രണം കറക്റ്റ് അല്ലെങ്കിലാണ് നമ്മൾ പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത്. നമ്മൾ KSRTC ബസ്സിൽ കയറി യാത്ര ചെയ്യുന്ന ആൾക്കാർ, നമ്മൾ യാത്രയാണെന്ന് വിചാരിച്ചോളൂ, നമ്മൾ യാത്രക്കാരനാണ്. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടിലേക്ക് വേണ്ടി യാത്ര ചെയ്യാണ് ബസ്സിൽ കയറി. തന്മാർ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ നോക്കി ഇയാൾ ക്രോക്കറി കാണിച്ചു. അപ്പൊ ബാക്കിയുള്ള ആൾക്കാരെല്ലാം ചിരിച്ചു. നമുക്ക് വളരെയധികം അപകർഷത ബോധം ഉണ്ടായി. നമ്മൾ എന്ത് ചെയ്യും? ചാടി ഇറങ്ങി അവൻ രണ്ടടി കൊടുത്തു. അങ്ങനെ ആകെ പ്രശ്നമായി. പോലീസ് വന്നു. നമ്മളങ്ങ് ദേഷ്യം കൊണ്ട് നിൽക്കുകയാണ്. അയാൾ വീണ്ടും നമ്മളെ നോക്കി ക്രോക്കറി കാണിക്കുന്നു. വീണ്ടും ദേഷ്യം വന്നു. ആ സമയത്ത് ആൾക്കൂട്ടങ്ങളെല്ലാം ഇടപെട്ടു. പിന്നെ നോക്കിയപ്പോഴാണ് കാണുന്നത് അയാൾ ക്രോക്കറി കാണിച്ചതല്ല, അയാളുടെ മുഖത്തിന്റെ അവസ്ഥ അങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ അവസാനം ആകെ നമ്മളൊരു എന്താ പറയുന്നത്, നമ്മള് കോഴിക്കോട് പോകാൻ വേണ്ടി ഇറങ്ങിയാണ് അവിടെ ഇറങ്ങി ഒരാളിനെ അടിയുണ്ടാക്കി എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ഇതിനൊക്കെ കാരണം നമ്മുടെ മൈൻഡ്, നമ്മുടെ നിയന്ത്രിക്കുവാനുള്ള കഴിവ് കുറവായതുകൊണ്ടാണ്. നമ്മളെ നിയന്ത്രിക്കുവാൻ കഴിയില്ലെങ്കിൽ നമുക്ക് ബിസിനസ്സിനെ നിയന്ത്രിക്കുവാനും കഴിയില്ല. ബിസിനസ്സുകാരന് ഏറ്റവും അധികം ഉണ്ടാകേണ്ട കാര്യമാണ് EQ. ശരിക്കും ആദ്യം ഉണ്ടാകേണ്ട കാര്യമാണ് EQ. EQ ഉണ്ടെങ്കിൽ മാത്രമേ IQ ഉണ്ടാകുകയുള്ളൂ, SQ ഉണ്ടാകുകയുള്ളൂ. അതായത് ഞാൻ ഇന്നലെ ഞങ്ങള് ഒരു പുതിയ ഗോൾ സെറ്റിങ്ങിന് വേണ്ടി കുറെ കാര്യങ്ങൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിന് വളരെ കുറച്ച് പേരായിരിക്കും അത് ചെയ്യാൻ സാധ്യത. കാരണം EQ കുറഞ്ഞ ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റില്ല. അവരുടെ മൈൻഡ് വേറെ ആയിരിക്കും. അവർക്ക് ലക്ഷ്യബോധമൊന്നും സെറ്റ് ചെയ്യാൻ കഴിയില്ല. EQ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല. ആ സമയത്ത് മറ്റു പല കാര്യങ്ങൾ, അത് അങ്ങോട്ടും പോകുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുവാൻ സാധിക്കുന്നത് EQ ഉള്ള ആൾക്കാർക്ക് മാത്രമാണ്. ഒരു ബിസിനസ്സുകാരന് അത്യാവശ്യം ഉണ്ടാകേണ്ട കാര്യമാണ് EQ എന്ന് പറയുന്നത്. അപ്പോ വൈകാരിക നിയന്ത്രണം ഉള്ള ആളിനെയാണ് EQ എന്ന് പറയുന്നത്. ടു ബി ഫ്രാങ്ക്, ഞാൻ അധികം EQ വളരെ കൂടിയ ആളെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല കേട്ടോ. ഞാനിതിൽ വളരെ താഴ്ന്ന വിദ്യാർത്ഥിയാണ്. എനിക്ക് അത് ഇനി ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കഴിവ് തന്നെയാണ് EQ എന്ന് പറയുന്നത്. പക്ഷെ EQ ഉണ്ടെങ്കിൽ മാത്രമേ, വൈകാരിക നിയന്ത്രണം നമുക്കുണ്ടെങ്കിൽ മാത്രമേ, ശരിക്കും എല്ലാത്തിൻ്റെയും ബേസ് ഇവിടെയാണ്. ഇനി അടുത്ത് ബിസിനസ്സുകാരന് അർത്ഥം ഉണ്ടാകേണ്ട കാര്യമാണ് SQ.
പീപ്പിൾ മാനേജ്മെന്റ്. നമുക്ക് എന്തുകൊണ്ട് സ്റ്റാഫ് നമ്മളെ കൂടെ നിൽക്കുന്നില്ല? ഒറ്റേ ഉള്ളൂ, നമുക്ക് ആ സ്റ്റാഫിനെ നിയന്ത്രിക്കുവാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ്. പലരും പറയാറുണ്ട് സ്റ്റാഫ് ഇപ്പൊ ശരിയല്ല, സ്റ്റാഫ് ശരിയില്ലാത്തത് കൊണ്ടാണ്. നമുക്ക് സ്റ്റാഫിനെ നിയന്ത്രിക്കുവാനോ അല്ലെങ്കിൽ കണ്ടെത്തുവാനോ ഉള്ള കഴിവില്ലാത്തത് കൊണ്ടാണ്, ആ സ്കിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. അല്ലെങ്കിൽ കസ്റ്റമർ കുറയാനുള്ള കാരണം കസ്റ്റമറിനെ നിയന്ത്രിക്കുവാനോ കൊണ്ടുവരാനുള്ള കഴിവ്, സെയിൽസ് അല്ലെങ്കിൽ ക്ലോസിംഗ് കഴിവ് നമുക്കില്ലാത്തത് കൊണ്ടാണ് ഇത് കുറയുവാനുള്ള കാരണം. അതേപോലെ തന്നെ പാർട്ട്ണർമാരെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാകണം. ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. അതും SQ ആണ്, സോഷ്യൽ കോൺഷ്യൻ അല്ലെങ്കിൽ പീപ്പിൾ മാനേജ്മെന്റ്. അതേപോലെ തന്നെ നമുക്ക് നമ്മളെ ഫാമിലി നിയന്ത്രിച്ചു കൊണ്ടുപോകാനുള്ള കഴിവുള്ള ഉണ്ടെങ്കിൽ SQ ഉണ്ടാകണം. ജീവിതത്തിൽ വിജയിക്കുന്ന ആൾക്കാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IQ EQ കൂടെ SQവും കൂടെ ഉള്ള ആൾക്കാർ മാത്രമാണ് ജീവിതത്തിൽ വിജയിക്കുക. ഇപ്പോ IQവും EQവും കൂടെ ഉണ്ടെങ്കിൽ ജീവിച്ചു പോകാം, സ്റ്റാഫായിട്ടൊക്കെ ജീവിച്ചു പോകാൻ പറ്റും. ഒരു ജീവനക്കാരനായിട്ട് ഒരു ജീവനക്കാരന് IQവും EQവും മാത്രം മതി. പക്ഷെ ബിസിനസ്സുകാരൻ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും SQ അത്യാവശ്യമായിട്ടുണ്ടാകും, നിർബന്ധമായിട്ട് ഉണ്ടാകേണ്ട കാര്യമാണ് SQ. SQ ഇല്ലാതെ ബിസിനസ് ചെയ്യാൻ പോകരുത്. അതുകൊണ്ടാണ് ബിസിനസ് പരാജയപ്പെടുവാനുള്ള കാരണം. ഈ ഒറ്റ കാരണമേ ഉള്ളൂ. ഇന്നലെ അനീഷ് ഭായി പറഞ്ഞതുപോലെ ബിസിനസ്സിൽ പരാജയപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SQ ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് പീപ്പിൾ മാനേജ്മെന്റ് എന്നുള്ള കഴിവ് ഇല്ലാത്തത് കൊണ്ടാണ് ബിസിനസ്സിൽ പരാജയപ്പെടുവാനുള്ള കാരണം. അപ്പോ നിങ്ങൾക്ക് SQ ഇല്ല എന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ബിസിനസ് ചെയ്യരുത്, പ്ലീസ്. പക്ഷേ ഇതൊരു നെഗറ്റീവ് കാര്യമാണെങ്കിൽ സന്തോഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പൊ നമുക്ക് SQ ഇല്ല എന്ന് വിചാരിച്ചു, നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. SQ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും. SQ എന്ന് പറഞ്ഞാൽ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. നോട്ട് എ ടാലന്റ്. SQ എന്ന് പറയുന്നത് സ്കില്ലാണ്, സ്കിൽ. എന്താണ് ടാലന്റും സ്കില്ലും തമ്മിലുള്ള വ്യത്യാസം? ഇപ്പോ എനിക്ക് പാട്ട് പാടണം, എനിക്ക് ആ പാടുവാനുള്ള കഴിവില്ലെങ്കിൽ, ആ ടാലന്റ് ഇല്ലെങ്കിൽ പാടുവാൻ കഴിയില്ല. ഇപ്പോൾ ടെക്നോളജി വെച്ച് ചെയ്യാൻ പറ്റുമായിരിക്കാം, പക്ഷേ ഒരു പൂർണ്ണ ഗായകനാകണമെങ്കിൽ എനിക്ക് ആ ടാലന്റ് ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഞാൻ പാടാൻ പോയി കഴിഞ്ഞാൽ പെട്ടുപോകും. പക്ഷെ സ്കിൽ അങ്ങനെയല്ല. എനിക്ക് സംസാരിക്കുവാൻ, പബ്ലിക്കായിട്ട് സംസാരിക്കുവാൻ, പബ്ലിക് സ്പീക്കിംഗ് എനിക്ക് കഴിവില്ല. അത് ജന്മസിദ്ധമായ ഒരു കാര്യമേ അല്ല. ഞാൻ പ്രാക്ടീസ് ചെയ്താൽ എനിക്ക് ആ സ്കില്ല് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് സാധിക്കും. അത് സ്കിൽ ബേസ്ഡ് ആണ്. ഇപ്പോ വരയ്ക്കുക, അതൊരു ടാലന്റ് ആണ് ബേസിക്കലി. ടാലന്റിന്റെ കൂടെ സ്കില്ലും കൂടി ആഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് മനോഹരമായിട്ട് നമുക്ക് വരയ്ക്കുവാൻ കഴിയുക. അപ്പോ ടാലന്റും സ്കില്ലും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയുക. ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനുള്ള SQ കിട്ടാനായിട്ട് ഒരിക്കലും ടാലന്റിന്റെ ആവശ്യമില്ല, സ്കില്ലാണ്. സ്കില്ല് നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ കിട്ടുന്ന കാര്യമാണ്. നമുക്ക് IQ ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കിയിട്ട് മാത്രം കാര്യമില്ല. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാറ്റം കൊണ്ടുവരും. ഏതൊരാൾക്കും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആരായാലും ശരി തന്നെയാണ്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കില്ല് കിട്ടും. അതുകൊണ്ട് ബിസിനസ്സിനെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഒരാൾ പോലും പറഞ്ഞു തരാത്തൊരു മേഖലയാണ് SQ. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ കാലഘട്ടങ്ങൾ സ്കൂളിൽ പോകുന്നത് IQ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഞാനൊക്കെ പഠിച്ചത് അങ്ങനെയാണ്. SQ എന്ന് പറയുന്ന സാധനമേ നമുക്കറിയില്ല. പീപ്പിൾ മാനേജ്മെന്റ് എന്നുള്ള പോർഷൻ നമുക്കില്ല, പഠിക്കാനില്ല. കുറെ എന്തോ കാണാതെ പഠിച്ചു, കുറെയൊക്കെ പരീക്ഷ കാണാതെ എഴുതി. നമുക്ക് EQ എന്ന് പറയുന്ന സാധനം, വൈകാരിക നിയന്ത്രണം, ആരും പറഞ്ഞിരുന്നില്ല. അതിന് പകരം പേടിപ്പിച്ചിരുത്തുകയാണ് നമ്മൾ ചെയ്തത്. ഭയപ്പെടുത്തി, അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ് പേടിച്ച് എല്ലാത്തിനെയും സംശയത്തോടു കൂടി പേരുകളോട് കണ്ട് വളർന്ന ആൾക്കാരാണ് എന്റെ പ്രായമുള്ള ആൾക്കാർ. ഇന്നും വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല, എങ്കിലും കുറച്ച് ചേഞ്ചസ് വരുന്നുണ്ട്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. പക്ഷേ SQ ഇല്ലാതെ, നിങ്ങൾക്ക് മറ്റുള്ളവരെ നിയന്ത്രിക്കുവാനുള്ള കഴിവില്ലാതെ ബിസിനസ് ചെയ്യരുത്. ബിസിനസ് ചെയ്യുന്ന സമയത്ത് പണമല്ല പ്രധാനം,
പണമൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും SQ ഉണ്ടെങ്കിൽ. മറ്റുള്ളവരെ നിയന്ത്രിക്കുവാനുള്ള കഴിവാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് ഉണ്ടാകേണ്ട ഒരു കാര്യം, ഒരു സംഗതി. ഇതില്ലെങ്കിൽ ബിസിനസ് വിജയിക്കുകയില്ല. അപ്പോൾ നമുക്ക് ഏതൊക്കെ സ്കില്ലാണ് നമുക്ക് ഉണ്ടാകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഉണ്ടാകേണ്ട സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ബിസിനസ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്ക് സ്റ്റാഫുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതോടൊപ്പം തന്നെ കസ്റ്റമറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പാർട്ട്ണർമാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും, സർക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും, ഫാമിലിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. ഒരു ബിസിനസ്സുകാരന് ആദ്യം ഉണ്ടാകേണ്ട ഒരു മെയിൻ സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് കമ്മ്യൂണിക്കേഷനിൽ ഒരുപാട് കാര്യങ്ങൾ വരും. പബ്ലിക് സ്പീക്കിംഗ് ഇതിൻ്റെ അകത്താണ് വരുന്നത്. പ്ലാറ്റ്ഫോം സ്പീക്കിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട്, മാർക്കറ്റിംഗ്, ഇതൊക്കെ കമ്മ്യൂണിക്കേഷന്റെ അകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. രണ്ടാമത്തെയാണ് കൊളാബറേഷൻ. മറ്റുള്ളവരെ നമുക്ക് നിയന്ത്രിച്ച് നിർത്തുന്നുള്ള കഴിവ്, അതായത് ലീഡർഷിപ്പ് ക്വാളിറ്റി, സ്റ്റാഫിനെ എങ്ങനെ കണ്ടെത്തണം. ഈ കൊളാബറേഷന്റെ വളരെ കുറവ് കൊണ്ടാണ് നമ്മൾ സ്റ്റാഫ് നമ്മുടെ കൂടെ നിൽക്കാത്തത്. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കാര്യവുമാണ്. ആരും നേതാക്കന്മാരും ജനിക്കുന്നില്ല, അവർ പ്രാക്ടീസ് കൊണ്ട് നേതാക്കന്മാരായി മാറുകയാണ്. നമ്മൾ തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങൾ പെട്ടെന്ന് നേതാക്കന്മാരായി മാറിയിട്ടുണ്ടാകും. നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട് ഒരു കഴിവില്ല, പക്ഷെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചാടി ഇരുന്നിട്ട് ആ സാഹചര്യത്തിനെ ധൈര്യപൂർവ്വം നേരിട്ട ആൾക്കാരാണ്. അല്ലെങ്കിൽ ബിസിനസ്സുകാരൻ നിങ്ങൾ ആകില്ല. മൂന്നാമതൊരു കാര്യമാണ് ക്രിയേറ്റീവ് തിങ്കിങ്. ഇതൊരു സ്കില്ലല്ല, ആക്ച്വലി ടാലന്റ് ആണ്. എല്ലാവർക്കും ക്രിയേറ്റീവ് സൈഡ് കിട്ടണമെന്നില്ല കേട്ടോ. എല്ലാവർക്കും പറ്റില്ല. ക്രിയേറ്റീവ് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷേ സന്തോഷമുള്ള കാര്യം, കഴിവുള്ള സ്റ്റാഫിനെ കൊണ്ടുവന്നാൽ ഈ രണ്ട് കാര്യം ഉണ്ടെങ്കിൽ, കമ്മ്യൂണിക്കേഷനും കൊളാബും ഉണ്ടെങ്കിൽ, ക്രിയേറ്റീവ് സൈഡുള്ള ആൾക്കാരെ നമുക്ക് കൊണ്ടുവരാം. പക്ഷെ കുറച്ച് ക്രിയേറ്റിവിറ്റി നമുക്ക് ഉണ്ടാകണം ബിസിനസ്സിനകത്ത്. അത് ബേസിക്കലി ഇതൊരു സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള സാധനമല്ല. ബേസിക്കലി ഇതൊരു ടാലന്റും കൂടെ വേണം എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷെ അതില്ല എന്ന് പറഞ്ഞ് പ്രശ്നമില്ല. നമുക്ക് അതിനുള്ള സ്റ്റാഫിനെ കൊണ്ടുവന്നാൽ മാത്രം മതി. ഈ എലോൺ മസ്ക് റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ടെക്നോളജി എല്ലാം അറിയാമെന്നാണ് നിങ്ങളുടെ ധാരണ? ഇല്ല, അത് സ്റ്റാഫ് വെച്ചിട്ടാണ് പുള്ളി ചെയ്യുന്നത്. പുള്ളിക്കൊരു കാഴ്ചപ്പാടാണ് അതിനെക്കുറിച്ചുള്ളത്. ഇതേപോലെ നമുക്കും ക്രിയേറ്റിവിറ്റി നമുക്കില്ലെങ്കിൽ നോ ഇഷ്യൂ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നാലാമത്തെ കാര്യമാണ് മണി മാനേജ്മെന്റ്. സമ്പത്ത് കൈകാര്യം ചെയ്യുവാനുള്ള കഴിവ്. സമ്പത്തിനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ കഴിയില്ല. പല ആൾക്കാരും ലോൺ എടുത്തിട്ട് ബിസിനസ് ചെയ്യും, എന്നിട്ട് അത് ക്യാപിറ്റൽ ഫണ്ടാണെന്ന് വിചാരിച്ച് അവരങ്ങ് ചിലവഴിക്കും. അവസാനം ലോണിന്റെ കാശ് ബിസിനസ്സിലല്ലാതെ അവർ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കും. എന്താണ് ക്യാപിറ്റൽ, എന്താണ് പ്രോഫിറ്റ്, എന്താണ് ഗ്രോത്ത്, ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് മണി മാനേജ്മെന്റ് കഴിവ് നമുക്ക് ഉണ്ടാകണം. അതേപോലെ ലാസ്റ്റ് ഉണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട കഴിവാണ് ടൈം മാനേജ്മെന്റ്. സമയത്തിനെ നിയന്ത്രിക്കുവാനുള്ള കഴിവ് നമുക്കില്ലെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ സർ? മ്യൂട്ട് പ്ലീസ്. അടിപൊളി. അപ്പൊ നമുക്ക് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഓക്കെ 5 സ്റ്റെപ്സ് അല്ലെങ്കിൽ 5 സ്കില്ല്. അതിൽ ഒന്ന് ക്രിയേറ്റീവ് സ്കില്ല് അല്ല, കുറച്ച് ടാലന്റും കൂടെയാണ്, അത് വേറെ കാര്യം. ഈ 5 കാര്യങ്ങൾ നമുക്കില്ലെങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ അനീഷ് ഭായി പറഞ്ഞ ഈ ഭാഗം കറക്റ്റാണ്. ഈ 5 കാര്യമില്ലെങ്കിൽ ബിസിനസ് ചെയ്യരുത്. ഇത് നമുക്ക് സ്കില്ലാണ് മെയിൻ ആയിട്ടുള്ളത്. നമുക്ക് കഴിവ് ഉപയോഗിച്ചുകൊണ്ട്, നമ്മളെ കുറച്ച് IQ, കുറച്ച് പ്രധാനം EQ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് നേടാൻ കഴിയും. ഇതില്ലാത്തത് കൊണ്ടാണ് ബിസിനസ് പരാജയപ്പെടുന്നത്. കേരളത്തിലെ ബിസിനസ്സുകാർ പരാജയപ്പെടുവാനുള്ള കാരണം SQ പഠിപ്പിച്ചിട്ടില്ല, ഒരാൾ സ്കൂളിൽ നിന്ന് ലഭിച്ചിട്ടില്ല. നമ്മളെ പഠിപ്പിക്കുന്നത് IQ മാത്രമാണ്. EQ കുറച്ച് മതങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് EQ കുറച്ച് പിടിച്ചു പോകുന്നു.
മതവിദ്യാഭ്യാസം ഇല്ലെങ്കിൽ EQ വളരെ സീറോ ആയിരിക്കും. പല ആൾക്കാരും മതവിദ്യാഭ്യാസത്തെ എതിർക്കുമ്പോൾ അങ്ങനെയല്ല. നമുക്ക് കുറച്ച് EQ കിട്ടുന്നത് അവിടെ നിന്നാണ്. കുറച്ച് വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നത് മതങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് EQ കൂട്ടുക. നമ്മൾ ആദ്യം ഇതിൽ ചെയ്യേണ്ട കാര്യം EQ, നമുക്ക് വൈകാരിക നിയന്ത്രണം കൂട്ടുക. ഇപ്പൊ ഇങ്ങനെ ക്ലാസ് നടക്കുകയാണ്. പല ആൾക്കാരും ഈ ക്ലാസ്സിനെ കുറിച്ച് അറിഞ്ഞ ആൾക്കാരുണ്ട്. ക്ലാസ്സിൽ കയറാൻ ആഗ്രഹമുണ്ട്. രാവിലെ 6 മണി അല്ലെങ്കിൽ 6:45 ഒന്ന് എണീക്കണം. പല ആൾക്കാർ 7:30 എണീക്കുക. EQ ഇല്ലാത്ത ഒരാൾക്ക് എണീക്കാൻ സാധിക്കില്ല. നല്ല ജനുവരി, നല്ല തണുത്ത പ്രഭാതം, അവരെന്ത് ചെയ്യും? ക്ലാസ് വേണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെന്ത് ചെയ്യും? സുഖമായിട്ട് കയറി കിടന്ന് ഉറങ്ങാൻ നോക്കും. കാരണം EQ ഇല്ലാത്തത് കൊണ്ടാണ്. വൈകാരിക നിയന്ത്രണം. എനിക്ക് പഠിക്കണം, എന്റെ ബിസിനസ് മുന്നേറണം. ബിസിനസ് മുന്നേറണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ EQ കുറയുന്ന സമയത്ത് നമുക്ക് പഠനത്തെക്കാളും പ്രധാനം പോകുന്ന ഇതിനാ? ഉറക്കത്തിനാണ്. സുഖം. ആഹാ, അടിപൊളി. ആ നിയന്ത്രണം ജീവിതത്തിൽ കൊണ്ടുവന്നാൽ മാത്രമാണ് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുക. ഈ 2 സാധനം കിട്ടണമെങ്കിൽ EQ വേണം. നിങ്ങൾക്ക് ഒരു സ്കൂളിൽ നിന്ന് കിട്ടില്ല. ഞാൻ പറഞ്ഞത് കുറച്ച് കാര്യമാണെങ്കിൽ എല്ലാത്തിന്റെയും ബേസ് ഇവിടെ നിന്നാണ്. ബിസിനസ്സുകാരൻ സ്റ്റാർട്ട് ചെയ്യേണ്ട സ്ഥലം ഇവിടെ നിന്നാണ്. ഇതില്ലാതെ നിങ്ങൾ എന്തു പഠിച്ചിട്ടും, നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിക്കാൻ, പ്രിയപ്പെട്ട ബിസിനസ്സുകാരെ, കഴിഞ്ഞ ഒരു 15 വർഷം ഞാൻ ബിസിനസ് പഠിക്കാൻ വേണ്ടി ചെലവഴിച്ച തുക ഏതാണ്ട് 50 ലക്ഷത്തിന് മുകളിലായിരിക്കും. 50 ലക്ഷത്തിന് മുകളിലായിരിക്കും. സത്യം പറയാലോ, ബിസിനസ് പഠിച്ചതിന് ശേഷമാണ് എനിക്ക് ബിസിനസ് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടായത്. 2010 ശേഷം ഞാൻ കുറെ ബിസിനസ് ക്ലാസ്സിന് പോയി. ഞാൻ അതെടുത്ത് നേരെ എടുത്ത് എന്റെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്തു. 8 നിലയിൽ പൊട്ടി. കാരണം ഞാൻ അന്വേഷിച്ചു. 2018 വരെ എനിക്ക് മനസ്സിലാവുന്നില്ല. ക്ലാസ്സും കേൾക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ബിസിനസ് ചെയ്യും. അവസാനം നമ്മളെ ബിസിനസ്സിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് അത് നെഗറ്റീവായിട്ട് മാറുകയും ചെയ്യും. അവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കി, 2018 ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്, സ്കില്ലില്ലാതെ നമ്മൾ കുറെ തിയറി കേട്ടുകൊണ്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. നമ്മൾ ഈ 5 കാര്യങ്ങളും നമ്മൾ പെർഫെക്റ്റ് ആക്കിയിട്ട് വേണം, അല്ലെങ്കിൽ സാമാന്യമായിട്ട് ആ കഴിവ് ഉണ്ടാക്കിയിട്ട് വേണം ഈ ടെക്നോളജി അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ, കുറെ ടെക്നിക്ക് ഉപയോഗിക്കാൻ. ഗുളിക രൂപത്തിൽ കിട്ടുന്ന ഒരു സാധനമല്ല ബിസിനസ്. നിങ്ങൾക്ക് ഈ കാര്യം ഒരൊറ്റ ട്രെയിനർമാരും പറഞ്ഞു തരില്ല. അത് അവരുടെ തെറ്റല്ല, പലർക്കും അറിയില്ല. അറിയാവുന്ന ആൾക്കാർ പറയില്ല. ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് നിങ്ങളെ സൂചിപ്പിക്കലാണ് പൊതുവെ എല്ലാവരും ചെയ്യാറുള്ളത്. കാരണം അവർ ശ്രദ്ധ മുഴുവൻ നിങ്ങൾ നിന്ന് കാശെടുക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമാണ്, നമ്മൾ ബിസിനസ് എന്ന സമയത്ത് നമ്മളെ ശ്രദ്ധ അതിലേക്ക് പോകും. അത് തെറ്റൊന്നുമല്ല കേട്ടോ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഈ കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഓരോ സാഹചര്യം അനുസരിച്ച് മാറും. ഉദാഹരണമായിട്ട് തിരുവനന്തപുരത്ത് ഉപയോഗിക്കുന്ന രീതിയല്ല കാസർഗോഡ് മലബാർ മേഖലയിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ മലബാർ മേഖലയിൽ ഉപയോഗിക്കുന്ന രീതിയല്ല എറണാകുളത്ത് ഉപയോഗിക്കുക. ഓരോ സ്ഥലങ്ങൾ മാറുന്നതിനനുസരിച്ച് ബിസിനസിന്റെ സംസ്കാരത്തിനോ ആൾക്കാരെ പെരുമാറ്റത്തിനൊക്കെ കാര്യമായ മാറ്റം ഉണ്ടാകും. അപ്പോ സ്ഥലം, സമയം, അതേപോലെ തന്നെ നമ്മൾ ബിസിനസിന്റെ ആ കാലഘട്ടത്തിന് അനുയോജ്യമാണോ എന്ന് നോക്കി നമുക്ക് എന്താ പറയാ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന രീതികളൊക്കെ നമ്മൾ പഠിച്ചതിന് ശേഷം മാത്രമാണ് ഈ പറയുന്ന കാര്യങ്ങൾ, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യം, ലോക്കൽ എക്കോണമി പ്ലാറ്റ്ഫോമിൽ കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ അതേപടി ബിസിനസ്സിൽ എടുത്തിടരുത്. കുറേശ്ശെ പരീക്ഷിച്ചിട്ട് വേണം നിങ്ങളിടാൻ. ഒറ്റ സ്റ്റെപ്പിൽ ഇംപ്ലിമെന്റ് ചെയ്യരുത്. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, പെട്ടെന്ന് മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കരുത്. അത് കുറേശ്ശെ നിങ്ങൾ എടുക്കണം. എടുത്ത് ഉപയോഗിച്ച് അത് മനസ്സിലാക്കി വേണം ഉപയോഗിക്കാൻ. അതുകൊണ്ടാണ് എല്ലാ ദിവസവും രാവിലെ ട്രെയിനിങ് എന്നുള്ള ആശയം ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. ഒറ്റ ദിവസം കൊണ്ട് മാറി മറിയില്ല. നിങ്ങൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി ആദ്യം ഉണ്ടാക്കേണ്ട കാര്യം ടെക്നിക്ക് അല്ല, ബിസിനസ് ഐഡിയ അല്ല നിങ്ങൾ എടുക്കേണ്ടത്. നിങ്ങൾ ചിലപ്പോ ചില ഇന്റർവ്യൂ കാണും, കണ്ടിട്ട് ഇതേപോലെ എനിക്കാകണം. നിങ്ങൾക്ക് പ്രമുഖരായിട്ടുള്ള വിജയിച്ച ആൾക്കാരെ ഇന്റർവ്യൂവിൽ നിന്നും നിങ്ങൾക്ക് ഇപ്പോഴത്തെ അവരുടെ സ്റ്റേജ് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അവർ ഇപ്പോഴത്തെ സ്റ്റേജിലൂടെ വന്നതല്ല, അവർ ഒരു കാലഘട്ടങ്ങളിൽ കഷ്ടപ്പെട്ട് വന്ന ആൾക്കാരാണ്. ആ സമയത്ത് അവർ ഒരുപാട് സ്കില്ല് നേടാൻ വേണ്ടി പരിശ്രമിച്ചതിന്റെ ഫലമാണ് ഇന്ന് അവർ. ആ സ്കില്ലാണ് നിങ്ങളെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുക.
സ്നേഹം എന്ന് പറഞ്ഞാൽ ബിസിനസ് ഓണേഴ്സ്, നിങ്ങളിത് ചെയ്യാതെ, ഈ കാര്യങ്ങൾ ചെയ്യാതെ ബിസിനസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇത് ഒരു പോർഷൻ, ഞാൻ എനിക്ക് 5 മിനിറ്റ് കൂടെ ക്ലാസ് ഉള്ളൂ. ഞാൻ എനിക്ക് വലിച്ചു നീട്ടി കുറെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് ആകെപ്പുറം ഒരു ജഗപോകാക്കാൻ ഇഷ്ടമല്ല. കുറച്ച് കാര്യം പഠിച്ചതാണ്. പക്ഷെ പഠിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കത് എന്താ പറയാ, എങ്ങനെ എന്തില്ലാതെ ബിസിനസ് ചെയ്യരുത് എന്നുള്ള കാര്യം മനസ്സിലാക്കി തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ സ്കില്ലില്ലാതെ ബിസിനസ് ചെയ്യരുത്. അപ്പൊ നിങ്ങൾക്ക് എന്തോ മനസ്സിലായി എന്ന് ആരെങ്കിലും 1-2 പേർ നിങ്ങൾക്ക് മനസ്സിലായോ, ഈ പറയുന്ന ആശയം മനസ്സിലായോ എന്ന കാര്യത്തെക്കുറിച്ച് 1-2 പേർ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞെങ്കിൽ നന്നായിരുന്നു. കാരണം ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആയാൽ അതൊരു നല്ലതല്ല. പ്ലീസ് ആരെങ്കിലും ഒരാൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും 1-2 കാര്യങ്ങൾ പറയാമോ? ഞാനൊരു 10-45 കൊല്ലമായിട്ട് ബിസിനസ് ചെയ്യുന്നതാ. വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ സൂപ്പർ. ഈ നിങ്ങളിപ്പോ കൊണ്ടുപോകുന്നത് തന്നെ വേറൊരു ഡിഫറെന്റ് പ്ലാറ്റോയിലേക്കാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അതിന് വേറൊരു ഒന്നും പറയാനില്ല. ബിഗ് സല്യൂട്ട് ആൻഡ് കുഡോസ് ടു യു എന്ന് മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എത്ര വയസ്സുണ്ട്? 48 ആണ്, 48. അപ്പൊ അത്രയും വയസ്സ് എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ തോറ്റുപോയി നിങ്ങളുടെ അടുത്തുനിന്ന്. ഓ, അങ്ങനെയുണ്ടോ? എനിവേ, ഇനി 5 മിനിറ്റ് പോരല്ലോ, ഞങ്ങൾക്ക് കുറെ കൂടി നേരം വേണം. ഓക്കെ, നോക്കാം. അല്ല, നമുക്ക് വരുന്നുണ്ടല്ലോ, ഒരു വർഷം മുഴുവൻ വരുന്നുണ്ടല്ലോ. വെരി ഗുഡ്, വെരി ഞാൻ ഗുഡ്. പറഞ്ഞല്ലോ, ഞാൻ കുറെ ക്ലാസ്സിൽ പോയി പഠിച്ച് ഒരാളാണ്. ഞാൻ പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെയല്ല ചെയ്യുന്നത് എന്നുള്ള കാര്യം. കുറെ എനിക്കൊരു 8 വർഷം കഴിയേണ്ടി വന്നു എനിക്കത് മനസ്സിലാക്കി എടുക്കാൻ. അറിവ് കാര്യമാണ്. ഞാൻ 5000 പിള്ളേരോട് പറഞ്ഞിരിക്കുക. എനിക്ക് കുറച്ച് 5000 പിള്ളേരുണ്ടായിരുന്നേ. അവര് ഒരു മാസം കഴിഞ്ഞപ്പം അവരെന്നോട് പറഞ്ഞതാ, ഞങ്ങൾ അവിടെ ലോജിക്സേ പഠിപ്പിച്ചിട്ടുള്ളൂ, ഇവിടെ വന്ന് ഒരു മാസം കഴിഞ്ഞപ്പം ഞങ്ങൾ പഠിച്ചത് പീപ്പിൾ മാനേജ്മെന്റ് ആണെന്ന്. അതന്നെ നിങ്ങൾ പറയുന്നത്. അതെ, അതെ, അതെ. ഇതറിയില്ല, നമ്മുടെ ആൾക്കാർക്ക് ഇത് അറിയില്ല. പല ആൾക്കാർക്ക് ബിസിനസ്, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഇത് അറിയില്ല. അതില്ല, ഞാൻ എപ്പോഴും പറയുന്ന വേറൊരു കാര്യമുണ്ട് പ്രശാന്ത്. സി, ആദ്യം വേണ്ടുന്നത് റിലേഷൻഷിപ്പാണ്. അതെ. രണ്ടാമത് ബിസിനസ്, മൂന്നാമത് ലാഭം കണക്കാക്കാൻ പാടുള്ളൂ എന്ന് പറയും. അതെ, അതെ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ലാഭം തന്നെത്താനെ വന്നോളൂ എന്ന്. ഞാൻ മറ്റുള്ളവർക്കും സംസാരിക്കാൻ ഓപ്പർച്യൂണിറ്റി തരാം, കൊടുക്കണ്ടേ? ഞാൻ നിർത്താം, അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചോണ്ടെങ്കിൽ ഇത് മുഴുവൻ. ഇല്ല സാർ, സാർ ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള ആള് ഇത് ഇങ്ങനെ പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് വലിയ പ്രചോദനം കിട്ടും. യാതൊരു സംശയവും ഉദ്ദേശിക്കുന്ന കാര്യം അത് തന്നെയാണ്. അതിപ്പോ ഞാനും അർജുനോട് കഴിഞ്ഞ ദിവസം പറയുകയായിരുന്നു, സി, ഈ വയസ്സില് ഈ എക്സ്പീരിയൻസ് അടുത്ത തലമുറക്ക് പാസ് ഓൺ ചെയ്യുന്നതായിരിക്കും എനിക്ക് പൈസയേക്കാൾ കൂടുതൽ എൻതൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഐ തിങ്ക് ഞാൻ അർജുനായിട്ട് മിക്കവാറും ഒരു ദിവസം 1 മണിക്കൂറോളം സംസാരിക്കുന്നുണ്ട് കേട്ടോ, പ്രൈവറ്റ് ആയിട്ട്. ഞാനിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇൻഡസ്ട്രി സെന്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടേ അവിടുത്തെ MSME രജിസ്റ്റേർഡ് ആൾക്കാരെ നിങ്ങളുടെ ഈ പരിപാടിയിലേക്ക് ജോയിൻ ചെയ്യാനാണ്. അത് മിക്കവാറും തിങ്കളാഴ്ച. ഇന്നിപ്പം എല്ലാവരും തിരക്കൊക്കെ ആയതുകൊണ്ട് ഞാൻ റോണൻ DICക്ക് അയച്ചു കഴിഞ്ഞു. ബിക്കോസ് ഇറ്റ്സ് വെരി ക്ലോസ് ടു മീ. പുള്ളി അത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഗുഡ് മോർണിംഗ് ന്യൂ ഇയർ മെസ്സേജാ തിരിച്ചു വന്നത്. അപ്പം ഞാൻ ഇന്നല്ലെങ്കിൽ ഇന്ന് ഗവൺമെന്റ് ഓഫീസ് കുറെ മുടക്കാണെന്ന് തോന്നുന്നു. ഞാൻ പുള്ളിയുടെ നെക്സ്റ്റ് ആളോട് പറയും, ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് പോയി നോക്കാൻ പറഞ്ഞിട്ട് മിക്കവാറും ഇന്നത്തെ ഈ ക്ലാസ് ഞാൻ അവർക്ക് അയച്ചു കൊടുക്കും കേട്ടോ. എന്റെ 2-3 ടീം മെമ്പേഴ്സ് ഇന്ന് തന്നെ ജോയിൻ ചെയ്യും. നാളെ ഇത് അയച്ചു കൊടുത്തിട്ട് പറയും ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറയും. വെരി ഗുഡ്. ഓക്കെ, നമുക്ക് ഇനി ഇതെന്താണ്, ഇതെങ്ങനെയാണ് നമുക്ക് ഇതില്ലെങ്കിൽ ഉള്ള പ്രശ്നത്തെ കുറിച്ച് നമുക്ക് നോക്കാം. നമ്മൾ എന്താണെന്ന് അറിയുന്നതിന് മുമ്പേ അത് മാത്രം എന്താണ് എന്നുള്ള കുറെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം ബിസിനസ് ചെയ്യാനായിട്ട്. മണി മോട്ടീവായിട്ടല്ല ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇതില്ലെങ്കിൽ, ഈ 3 കാര്യങ്ങൾ ഇല്ലെങ്കിലുള്ള ബിസിനസ്സിനുള്ള പ്രശ്നം എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രത്യേകിച്ചും SQ.
ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് വളരെ ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു 12 വർഷത്തെ ഗോൾ നമുക്കുണ്ടാകും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞതാണ്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. EQ SQ ഉള്ള ഒരാൾക്ക് മാത്രമേ 12 വർഷത്തെ ഗോൾ സെറ്റ് ചെയ്യാൻ കഴിയൂ, അല്ലെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യാൻ കഴിയും. ലക്ഷ്യമില്ലാത്ത ആൾക്കാർ എവരാണ്? അപ്പൊ നമുക്ക് IQ മാത്രമുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റാഫാവും. എന്തിനാണ് എന്തിനാ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാഫ് ആവുന്നത്? ഈ EQ SQ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടാകും. അവർക്ക് ലക്ഷ്യം ഉണ്ടാകും. ഞാൻ അവരുടെ പേരൊക്കെ പറഞ്ഞുതരാം. പേര് ശ്രദ്ധിക്കുക. ആമസോൺ, ഫ്ലിപ്കാർട്ട്, രാഷ്ട്രീയക്കാർ, മറ്റു ബിസിനസ്സുകാർ, ഇങ്ങനെ കുറെ ആൾക്കാരുണ്ടാകും. നമ്മൾ എന്ത് ചെയ്യും? നേരെ സ്റ്റാഫാവും. സ്റ്റാഫാവുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഇവരുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി. ആമസോണിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി സ്റ്റാഫാവും. രാഷ്ട്രീയക്കാരന്മാർക്ക് മന്ത്രിമാരോ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ വാർഡ് മെമ്പറോ MLA ഒക്കെ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കും. ഇവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങും. ഇവർ പറയുന്ന കാറ് ഒക്കെ വാങ്ങിച്ച് നമ്മൾ ഈ ജീവിതം മുഴുവനും ഓടേണ്ടി വരും. എന്നാൽ നമുക്ക് EQ SQ ഉണ്ടെങ്കിൽ നമുക്ക് ലക്ഷ്യമുണ്ടാകും. നമ്മൾ ഇതിനു വേണ്ടി ജീവിക്കും. എന്റെ ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണോ അതോ ആർക്കെങ്കിലും വേണ്ടി ജീവിക്കണമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. സാറേ, വൺ മോർ ടെൽ മീ, ഒന്നുകൂടി ഒന്ന് പറയോ ഈ ടോപ്പിക്ക്? യെസ്. ഇപ്പൊ പറഞ്ഞാലോ? അതെ, ഇപ്പൊ പറഞ്ഞതാ. ഓക്കെ, പറയാം. ഇത് ആഴത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാൻ 12 വർഷത്തെ ഗോൾ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തിരുന്നു. ഈ ഗോൾ സെറ്റ് ചെയ്യാൻ എല്ലാവർക്കും കഴിയില്ല. കഴിയണമെങ്കിൽ നമുക്ക് EQ വേണം. നമുക്ക് നമ്മളെ നിയന്ത്രിക്കുവാനുള്ള കഴിവ് വേണം. വൈകാരിക നിയന്ത്രണം വേണം. എന്നിട്ട് SQ വേണം. SQ ആണ് കമ്മ്യൂണിക്കേഷൻ, കൊളാബറേഷൻ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നതാണ് SQ. ആൾക്കാരെ നിയന്ത്രിക്കുവാനുള്ള കഴിവ്, പീപ്പിൾ മാനേജ്മെന്റ്, അതൊക്കെ ഇതെല്ലാം SQ ആണ്. ഇതെല്ലാം വരുന്ന കാര്യമാണ്. ഇത് രണ്ടുമുള്ള ഒരാൾക്ക് മാത്രമേ ലക്ഷ്യമുണ്ടാകൂ. ഇത് കിട്ടിയോ? നമുക്ക് SQന്റെ കുറവാണ് 12 വർഷത്തെ ഗോൾ സെറ്റ് ചെയ്യാൻ കഴിയാത്തത്. കിട്ടി. പല ആൾക്കാരും കഴിഞ്ഞ ക്ലാസ് ഞാൻ വീഡിയോ അയച്ചു കൊടുത്തിട്ട് ഒരാൾ എന്നെ വിളിച്ചിട്ട് പറയും, ഒരു ട്രെയിനറാണ്, ഞങ്ങൾ ആ വയറ്റത്തടിക്കുമല്ലേ. കാരണം വളരെ വാല്യൂ ഉള്ള ഒരു സാധനമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട, ഇത് എല്ലാവരും എടുക്കാനൊന്നും തോന്നുന്നില്ല. കാരണം ഇത് രണ്ടും ഉള്ള ഒരാൾക്ക് മാത്രമേ അത് കേട്ടാൽ മനസ്സിലാവൂ. ഇതിനെക്കുറിച്ച് ഇത് രണ്ടുമുള്ള ചില ആൾക്കാരുണ്ട്. ആ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിച്ചിരുന്നു. ഇതിന്റെ തലയിട്ട് ഒരു അടി പോലാണല്ലോ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം അവർ ആഴത്തിൽ അത് കൊണ്ടുപോയി, വളരെ ആഴങ്ങളിൽ കൊണ്ടുപോയ ഒരു കാര്യമാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു ചെറിയ കാര്യമല്ല. അന്ന് പറഞ്ഞു രണ്ടാമത്തെ ക്ലാസ്. അത് ശരിക്കും പറയാൻ ഒരു ദിവസം മുഴുവനും വളരെ പതുക്കെ എടുക്കേണ്ട ഒരു സാധനമാണ്. ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് EQയും SQയും വളരെ കാര്യമായിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ചില ആൾക്കാർക്ക് ഇത് മനസ്സിലായിട്ടില്ല. അത് അവർ തെറ്റല്ല. അവർ EQയും SQയും അത് ഈ സ്കിൽ ഉണ്ടാക്കിയാൽ മാത്രം മതി. അതൊക്കെ മനസ്സിലാവും, പിന്നീട് മനസ്സിലാവും, സാധിക്കും. പക്ഷെ നിങ്ങളത് സെറ്റ് ചെയ്തില്ലെങ്കിൽ EQയും SQയും ഉള്ള കുറെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആമസോണോ ഫ്ലിപ്കാർട്ട് പോലെയുള്ള ബിസിനസ്സുകാർ, രാഷ്ട്രീയക്കാർ, ചില മതത്തിന്റെ പേരിൽ നടക്കുന്ന ചില ആൾക്കാർ. നമ്മൾ ഈ IQ വെച്ച് നമ്മൾ നേരെ സ്റ്റാഫ് ആവും. ആ സ്റ്റാഫായിട്ട് ആർക്ക് വേണ്ടിയാണ് സ്റ്റാഫ് ആകുന്നത്? ഇതേപോലുള്ള രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ബിസിനസ്സുകാരോ സാധനങ്ങൾ വാങ്ങുന്ന അവർക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരായിട്ട് നമ്മൾ മാറും. ശ്രദ്ധിക്കണേ, നമുക്കൊന്നുകിൽ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കാം, ഇല്ലെങ്കിൽ സ്റ്റാഫായിട്ട് ആരുടെയെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കാം.
എന്റെ ചോദ്യം, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാണോ, അതോ നിങ്ങൾ ഏതെങ്കിലും സ്റ്റാഫായിട്ട് ആർക്കെങ്കിലും വേണ്ടി ജീവിക്കണോ? നിങ്ങൾ സ്റ്റാഫായിട്ട് എവർക്ക് വേണ്ടി ജീവിക്കാതെ ജീവിക്കാം, അത് വേറെ കാര്യം. അതിന് എസ്ക്യൂം ഇക്യൂ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാകും. ചില ബിസിനസ് ലക്ഷ്യമായിരിക്കില്ല, വേറെ ലക്ഷ്യമായിരിക്കും, അത് വിഷയമില്ല. പക്ഷെ പല ആൾക്കാരും വേറെ ആൾക്കോ നിങ്ങൾ എന്തിനാണ് നമ്മൾ എന്തിനാണ് കാശ് സമ്പാദിക്കുന്നത്? ആമസോണിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുക, ഏതെങ്കിലും ഷോപ്പിൽ പോയി സാധനം വാങ്ങുക, പുതിയ ഫാഷൻ വരുമ്പോൾ അത് കാണുക, ഏതെങ്കിലും സിനിമാ നടന്മാരുടെ വേണ്ടി കൈയടിക്കുക. നമ്മുടെ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കൂ. ഇതുവരെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ഓടിയോ, അതോ വേറെ ആരുടെയും ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഓടിയോ? ചിന്തിക്കും, മനസ്സിലാക്കും. ഇതിന് നല്ല പണിയുണ്ട് കേട്ടോ. ഇത് കുറച്ച് എളുപ്പമാണ്, അവർ പറയുന്ന ജോലിയും ചെയ്ത് സുഖമാണ്. പക്ഷേ ഇതാണ് ശ്രേഷ്ഠം. ഇതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യം എന്നുള്ള വാക്കിന്റെ അർത്ഥം സ്വന്തം ഐഡിയ എന്നാണ്, സെൽഫ് ഐഡിയ. ഞാൻ എന്റെ തന്ത്രം ഉപയോഗിച്ച് ജീവിക്കുന്നതിനെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇന്ത്യക്കാർ പണ്ട് ബ്രിട്ടീഷുകാരുടെ തന്ത്രം ഉപയോഗിച്ചാണ് ജീവിച്ചത്. അവർ മാറി ഇപ്പൊ ഇന്ത്യക്കാരുടെ തന്ത്രം ഉപയോഗിച്ചിട്ടാണ് ജീവിക്കുന്നത്. നമുക്ക് മനസ്സിലാവുന്ന വേണ്ടി പറയാം. ഇതേപോലെ നമുക്ക് ഓരോരുത്തർക്കും സ്വാതന്ത്ര്യം ഉണ്ടാകണം. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ തോന്നിയ വാസം പോലെ നടക്കുന്നതല്ല സ്വാതന്ത്ര്യം എന്നുള്ള വാക്കിന്റെ അർത്ഥം. നമ്മുടെ ഐഡിയ ഉപയോഗിച്ച് നമ്മൾ ജീവിക്കുന്നതിനെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമുക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിന് വേണ്ടി യാത്ര, അതാണ് സ്വാതന്ത്ര്യം. അതിന് പകരം നമ്മളിപ്പോൾ ആർക്കോ വേണ്ടി ജീവിക്കുകയാണ്. ഫ്ലിപ്കാർട്ടിന് വേണ്ടി, ആമസോൺ, രാഷ്ട്രീയം, സിനിമ. എനിക്ക് നിങ്ങൾക്ക് ഇന്ന് തരാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ. ബിസിനസ് ചെയ്യുകയാണെങ്കിൽ സ്വാതന്ത്ര്യം വേണം, നിങ്ങൾക്ക് തന്ത്രം വേണം. അതിന് ആദ്യം നമ്മളെ നിയന്ത്രിക്കുവാനുള്ള കഴിവ് വേണം. അത് മാത്രം പോരാ, ഐക്യം ഉണ്ടാകണം. അതിലുപരി പീപ്പിൾ മാനേജ്മെന്റ് എന്നുള്ള ഒരു മഹാമാന്ത്രികത നമുക്കുണ്ടാകണം. ദ ലോക്കൽ എക്കോണമി നിങ്ങൾക്ക് സ്കിൽ ഉണ്ടാക്കി തരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സ്ഥാപനമാണ്. ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട് മാത്രം, മറ്റുള്ളവർക്കും വരാൻ കുഴപ്പമൊന്നുമില്ല. ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയൊരു കാര്യം ഇതാണ്, ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഇതാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇതാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത്. ഈ ക്ലാസ് നിങ്ങൾ 2, 3, 4 പ്രാവശ്യം കേൾക്കണം. നിങ്ങൾ ഇരുത്തി ചിന്തിക്കണം. ഇതില്ലാതെ ദയവായി ബിസിനസ് ചെയ്യരുത്. കുറെ കാശല്ല ബിസിനസിന്റെ അടിസ്ഥാനം എന്ന് ഞാൻ പ്രത്യേകം ഊന്നി പറയുന്നു. സ്കില്ലുണ്ടെങ്കിൽ മണി മാനേജ്മെന്റ് താനേ വരും. ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ച പാഠമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ദയവായി ബിസിനസ് ചെയ്യുന്ന സമയത്ത് സ്കിൽ നേടിക്കഴിഞ്ഞാൽ സ്റ്റാഫിനെ മാനേജ് ചെയ്യാനുള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കിയാൽ മതി. ക്ലോസിംഗ് സ്കിൽ നമുക്ക് പഠിക്കാം, പക്ഷെ അതൊക്കെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള സ്കില്ല് നമ്മൾ ആർജിക്കണം. ടീം മാനേജ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാക്കണം. മറ്റുള്ളവരെ നിയന്ത്രിക്കുവാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാകണം. നമുക്ക് മറ്റുള്ളവരായിട്ട് കണക്ഷൻ ഉണ്ടാക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേരുമ്പോഴാണ് നമ്മൾ ബിസിനസ്സുകാരനായിട്ട് മാറുന്നത്. അല്ലാതെ കുറെ കാശ് കൊണ്ട് കുറെ ആൾക്കാരെ കൊണ്ടുവരാം, കുറെ ടെക്നിക്ക് നമ്മൾ മനസ്സിലാക്കി എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ കൊണ്ടുവരാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. സോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്നത്തെ ക്ലാസ് സമർപ്പിക്കുന്നു. ദയവായി ഇത് കുറെ പ്രാവശ്യം കേൾക്കുക. എങ്കിൽ നിങ്ങൾക്കത് പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാവും. ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ ദയവായി നിങ്ങൾ ബിസിനസ്സിലേക്ക് വരാൻ പാടുള്ളൂ. എല്ലാവർക്കും, ഈ ക്ലാസ് ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എത്ര വേണം പറയാൻ അറിയാം. എനിക്കറിയാം നിങ്ങളെ ഒരു പുതിയൊരു സാധനമാണ് ഞാൻ തരുന്നത്. ചില ആൾക്കാർക്ക് ഇത് മനസ്സിലാകുമോ എന്നുള്ള കാര്യത്തിൽ പോലും എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മുടെ വന്ന രീതി അങ്ങനെയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം, EQ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സ് അല്ല ഞങ്ങളുടേത്. എങ്കിലും സുരേന്ദ്രൻ സാറിനെ പോലുള്ള പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ EQ ബേസ്ഡ് ക്ലാസ് നിങ്ങൾക്ക് തരും. ഞാനും അർജുൻ SQ ബേസ്ഡ് ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് തരിക.
ഇത് രണ്ടും കൂടി ആദ്യം EQ ആണ് കേട്ടോ, ബേസ് EQ ആണ്. അതിൽ ഇത് ഉണ്ടാക്കിയിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ. അപ്പോ അതിനുവേണ്ടി ഞങ്ങൾ തയ്യാറാണ്, റെഡിയാണ്. അപ്പൊ നിങ്ങളുടെ സഹായവും സഹകരണവും വേറൊന്നുമല്ല. സഹായവും സഹകരണം എന്ന് പറയുന്നത് ഒന്നും വേണ്ട. ക്ലാസ്സിൽ പങ്കെടുക്കുക, കറക്റ്റ് റിവ്യൂ. നിങ്ങൾക്ക് എന്തായാലും ഞങ്ങൾക്ക് ക്ലാസ്സുകൾ മാറ്റം വരുത്താൻ ആഗ്രഹമുണ്ട്, സമയം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കുണ്ടെങ്കിൽ ദയവ് അറിയിക്കുക. പക്ഷെ പറയുന്ന സ്റ്റെപ്സ് എനിക്ക് വേണ്ടത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ബിസിനസ് വരിക. അതായത് നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. എനിക്കറിയാം 2-3 പേരെ ആയിരിക്കും അത് സെറ്റ് ചെയ്തിട്ടുണ്ടാകുക. വെറുതെ ഈ ക്ലാസ് കേട്ടത് കൊണ്ട് ഒരു കാര്യമില്ല. അത് ആക്ഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ദയവായി പറയും. നമസ്കാരം. അഭിപ്രായം പറയാൻ പറ്റിയൊരു സ്ഥലത്തല്ല, ഗോയിങ് ട്രാവലാണ്. ഓക്കെ, നോ പ്രോബ്ലം. പക്ഷെ നമ്മൾക്ക് ഇത് അറിയാവുന്ന കാര്യങ്ങളെ പറ്റി പറയുന്ന മാതിരിയാണ് നമ്മൾ തുടക്കത്തിൽ ശ്രമിക്കുന്നത്. പക്ഷെ നമുക്ക് ഇതിനെപ്പറ്റി യാതൊന്നും അറിഞ്ഞിട്ടില്ല. കാരണം നമ്മൾ കണ്ട ബിസിനസ്സുകാരെല്ലാം പഴയ കാക്കാമാർ. ഇപ്പൊ മലപ്പുറത്ത്, എസ്പെഷ്യലി മലപ്പുറത്തെ പറ്റി പറയുന്ന കുറെ കാക്കാമാർ ബിസിനസ് ചെയ്യുന്നുണ്ട്. വളരെ എഫിഷ്യന്റ് ആയിട്ടാണ് അവർ ബിസിനസ് ചെയ്യുന്നത്. പക്ഷെ അവരെ സ്റ്റാഫുകളൊക്കെ വളരെ എഡ്യൂക്കേറ്റഡ് ആണ്, വെൽ പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നവരാണ്. പക്ഷെ കാക്ക പഠിച്ചിട്ടൊന്നുമില്ല ബിസിനസ്. പക്ഷെ കാക്കാക്ക് അറിയുന്ന കാര്യമാണ് ഇപ്പൊ എന്ത് ചെയ്തത്, സാറ് പറഞ്ഞ കാര്യം, ഏത് പീപ്പിൾ മാനേജ്മെന്റ്. ഇതുണ്ടെങ്കിൽ ബാക്കിയൊക്കെ റെഡിയാ. പക്ഷെ ഇത് മനസ്സിലാക്കാന് സാറെ ക്ലാസ് ആണ് ഉപകരിച്ചത് കേട്ടോ. നമ്മൾ മനസ്സിലാക്കാൻ അഥവാ കാഴ്ചയും ഉൾക്കാഴ്ചയും തമ്മിലുള്ള വ്യത്യാസം പോലെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഉൾക്കാഴ്ച കിട്ടിയില്ലായിരുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് സാർ. വെരി ഗുഡ്. കവിത മാം, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് പോവാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും. സാർ അത് ഞാൻ റെക്കോർഡഡ് ക്ലാസ് ഒന്നുകൂടി കേട്ടിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ട് ചോദിക്കാം സാർ. ഇപ്പൊ ഓരോ പോയിന്റ്സ് നമ്മൾ എടുത്തു നോക്കുമ്പോ സാറ് പറയുമ്പോ ഓക്കെ ആണെന്ന് തോന്നി. പക്ഷെ പിന്നെ ഇപ്പൊ ഒരു എല്ലാം കൂടി കേട്ടപ്പോൾ ഉള്ളൊരു നോക്കാം സാർ, ഞാൻ ചോദിക്കാം. അതെ, തലക്കടിയിട്ട് കൂടി ഇരിക്കും കേട്ടോ ഇതൊക്കെ. ഇതൊരു ഞാൻ പറഞ്ഞു സാധാരണ സെക്ഷനേ അല്ല, ആഴത്തിൽ മനസ്സിലാക്കണം. വേറെ ആരെങ്കിലും ഉണ്ടോ? ഗുഡ് മോർണിംഗ് സർ, എന്റെ പേര് ഷാജഹാൻ ആണ്. വെരി ഗുഡ് മോർണിംഗ് ഷാജഹാൻ. ഞാൻ പാലക്കാടുള്ള സ്വദേശം. ഞാനിപ്പോ 2-3 ദിവസമായിട്ടാണ്. എനിക്ക് കുഴപ്പമില്ല, എനിക്ക് വളരെ കംഫർട്ടായി തോന്നി, പറയുന്നതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ബട്ട് ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള ചെറിയ പ്രയാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കൊളീഗ്സ് ആണ്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളുടെ ചെറിയ ഇഷ്യൂസ് ഒക്കെയാണ്. അപ്പൊ അടുത്ത സെക്ഷനിൽ അത്തരത്തിലുള്ള ഇതെല്ലാം ക്ലാസ് എല്ലാം വരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനിത് പീപ്പിൾ മാനേജ്മെന്റ് ആണ്. പീപ്പിൾ മാനേജ്മെന്റ് നമ്മൾ എത്ര തന്നെ നമ്മൾ പീപ്പിളെ നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാന്ന് വെച്ചാലും പല ആളുകളും നമ്മളോട് കണക്ട് ആവാത്തതിന്റെ കുറെ റീസൺസ് ഉണ്ട്. അപ്പോൾ ആ റീസൺസിന് നിങ്ങളുടെ ഈ ഒരു ക്ലാസ് കൊണ്ട് പിന്നീട് ഉപയോഗപ്രദമാകുന്ന വിചാരിക്കുന്നത്. പിന്നെ ഞാൻ വീഡിയോ ചെയ്യാത്തത് മോർണിംഗ് തന്നെ വാക്കിങ്ങിന് പോകുന്ന സമയത്താണ് നടത്തുന്നത്. അപ്പൊ ആ സമയം നമ്മൾ ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടൈം വാല്യൂ കൊടുക്കണമല്ലോ. പക്ഷെ എല്ലാ ക്ലാസ്സും അതുപോലെ തന്നെ വിട്ടുപോയ എന്തെങ്കിലും ഇപ്പൊ ചിലപ്പോൾ കോളുകൾ വരാറുണ്ട്. ആ കോളുകൾ വരുന്നതൊക്കെ ഞാൻ റെക്കോർഡഡ് ക്ലാസ്സിൽ കേട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തതിൽ വളരെയധികം സന്തോഷം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് 10 വർഷം എന്നുള്ളത് ഞാനായിരുന്നു പറഞ്ഞത്. 10 വർഷമല്ല, 30 വർഷമായിട്ട് അഡ്വർടൈസിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. മനസ്സിലായി. ഞാനിപ്പോ ഒരു സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ള സാധാരണ താഴേക്കടയിലുള്ള ആളുകളുടെ ഫാമിലിയിൽ നിന്ന് ഈ ഡിസൈനിങ് ഗ്രാഫിക് ഡിസൈനേഴ്സ് ഇപ്പൊ കോഴ്സ് കഴിഞ്ഞ് വരുന്നവരുണ്ട്. അവരൊക്കെ ഡെവലപ്പ് ചെയ്ത് അവരൊക്കെ വലിയ സെറ്റപ്പിലൊക്കെയാണ്. ഇപ്പൊ എനിക്കൊരു 10-20 സ്റ്റാഫുകളുണ്ട്, 2 ഫേം ഉണ്ട്. വളരെ നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പാലക്കാട് വെറുതെ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ പുതിയ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ആളുകൾ കംപ്ലീറ്റ് നമ്മളെ ബന്ധപ്പെടുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളെല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. അത് ഒരു ദിവസം നമ്മൾ അറ്റൻഡ് ചെയ്ത് നമുക്കത് ക്ലച്ച് ആയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, കറക്റ്റ് ആയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ലെഫ്റ്റ് അടിച്ച് അതോടുകൂടി അവസാനിപ്പിക്കുന്നതാണ്. ഇപ്പൊ 3 ദിവസമായി ഞാൻ ഇതിന്റെ പിന്നാലെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് വലിയൊരു ഇതിൽ എന്തെല്ലാമോ കുറച്ച് ഡെപ്തുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇതിനെ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാൻ എനിക്ക് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്.
എന്നുള്ളതാണ് ഇപ്പൊ എനിക്കിതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും എനിക്കിപ്പോ ബ്രീത്ത് ചെറിയ പ്രശ്നം നടന്നിട്ട് വന്നപ്പോഴാണ്, ഓക്കെ, അതുകൊണ്ടാണ് ഇത് കിതയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഇനിയുള്ള കാർഡ് നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്രൂപ്പിൽ ഞാൻ ചോദിക്കാം. അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശുഭദിനം. ഓക്കെ, ബൈ. ഓക്കെ, താങ്ക് യു. വേറെ ആർക്കും ഉണ്ടോ? പ്രശാന്ത് സാർ, യെസ്, ഗുഡ് മോർണിംഗ്. വെരി വെരി താങ്ക്സ് ഫോർ ഗുഡ്. താങ്ക് യു ഫോർ എൻ എക്സലന്റ് ക്ലാസ്. ഞാൻ തരിച്ചിരിക്കുക പ്രശാന്ത്. ഹലോ, ഒന്നും കമന്റ് ചെയ്യാൻ പറ്റാത്ത ഒരു തരിപ്പിലായിപ്പോയി നിങ്ങളുടെ ക്ലാസ് കേട്ടിട്ട്. ഞാൻ എന്താണ് ഈ 46 കൊല്ലം ചെയ്തത്, നിങ്ങൾ എന്താണ് ഈ പറയുന്നതെന്നും കൂടി കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതാ ഞാൻ പറഞ്ഞത്, യു ആർ ടേക്കൺ അസ് ടു മീ അറ്റ്ലീസ്റ്റ് ടു എ ഡിഫറെന്റ് പ്ലാറ്റോ. അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, താങ്ക്സ്. റൈറ്റ്, താങ്ക് യു. പറഞ്ഞോളൂ. ഹലോ ആ, ഹലോ സാറേ, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ആന്റണി എന്നാണ്. മനസ്സിലായി. ആൻഡ്രൂസ്, പറയൂ. ഓക്കെ, ഞാൻ ഇടുക്കിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഓക്കെ. ഞാൻ ഒരു കാർ വാഷിംഗ് ആൻഡ് ഡീറ്റെയിലിംഗ് ആണ് എൻ്റെ ബിസിനസ്. നമ്മൾ അഭിമുഖീകരിച്ചിരിക്കും ഇന്നലത്തെ ക്ലാസ്. അത് എന്നെ പറ്റി തന്നെ ഞാൻ ഇന്നലെ സാറിന് പറയുകയും ചെയ്തു. എന്നെ പറ്റി തന്നെ പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം വെച്ചാൽ അത് ഞാൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് എങ്ങനെ സ്റ്റാഫിനെ ഹയർ ചെയ്യും. അതേപോലെ ഞങ്ങളുടെ മേഖലയിലേക്കൊക്കെ സ്റ്റാഫിനെ കിട്ടാൻ വലിയ പാടാണ്. ഈ കാർ വാഷിംഗ് ആൻഡ് ഡീറ്റെയിലിംഗ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മോസ്റ്റ്ലി നമ്മൾ ഹയർ ചെയ്യായി ഇങ്ങനെ അതിഥി തൊഴിലാളികളെയൊക്കെയാണ്. പക്ഷെ അത് അതിനെക്കാട്ടിലും കംഫർട്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ജോലി കൊടുക്കണം എന്നുള്ളൊരു ഇതിന് പുറത്താണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് എന്തുകൊണ്ട് സംഭവിക്കാറില്ല. ഓക്കെ, അതേപോലെ തന്നെ ഇവരെ മാനേജ് ചെയ്യാൻ നമുക്ക് സാധിക്കാറില്ല. അതിന് ഈ പറയുന്ന അതേപോലെ കസ്റ്റമേഴ്സിന്റെ കേസിലാണെങ്കിൽ ഇപ്പൊ ഇന്നത്തെ ടോപ്പിക്കൊക്കെ നമുക്ക് വളരെ ഉപകാരപ്പെടും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഉള്ളത്. കാരണം വെച്ചാൽ അതൊന്നും നമ്മൾ ചെയ്യാറില്ല. കാരണം നമ്മുടെ മോട്ടീവ് മണി എന്നുള്ള രീതിയിൽ തന്നെയാണ്. അത് വേണം. എന്നിരുന്നാൽ കൂടെ സാറ് പറഞ്ഞ കാര്യങ്ങളോട് ഇംപ്ലിമെന്റ് ചെയ്യാതെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, എന്തൊക്കെയാലും വളരെ സന്തോഷം സാറേ. അപ്പൊ ഈ അടുത്ത ക്ലാസ്സുകളിലൊക്കെ ഇതുകൂടെ, അതായത് എങ്ങനെ ഒരു സ്റ്റാഫിനെ ഹയർ ചെയ്യാം, എങ്ങനെയാണ് ഇത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ സാറേ. സ്റ്റാഫ് മാനേജ്മെന്റ് വലിയൊരു ഭാഗമാണ്. നമ്മളത് കുറേശ്ശെ എടുക്കും. ഓക്കെ സാർ, താങ്ക് യു. പിന്നെ അതേപോലെ നമുക്കിപ്പോ ഈ കോൺഫിഡൻസ് ഇല്ലായ്മ, ഇപ്പൊ ഞങ്ങളിപ്പോ ഒരു പുതിയൊരു കാർ വാഷിംഗ് സ്റ്റേഷൻ തുടങ്ങാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോഴേ ഇങ്ങനെ ഈ ഓഫീസർമാർ നമ്മളെ ഇട്ടുകൊണ്ട് ഭയങ്കരമായിട്ട് വലയ്ക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതാണ് ഇതിനകത്ത്. എന്നിരുന്നാൽ കൂടെ അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളായിട്ട് കൂടെ നമ്മൾ ചെല്ലുമ്പോഴേക്ക് നമ്മളെ ഒരുപാട് രീതിയിൽ അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ നമ്മളെ മൊത്തത്തിൽ അങ്ങ് നശിപ്പിച്ച് കളയുന്ന രീതിയിലേക്ക് നമ്മുടെ കോൺഫിഡൻസ് നശിപ്പിച്ച് കളയുന്നത്. അപ്പൊ നമുക്ക് അവിടെ പോയി സംസാരിക്കാനും അവരുമായിട്ടൊന്ന് ഇത് ചെയ്യാനായിട്ടുള്ള ഒരു ഇതൊന്നും ഇല്ല നമുക്കിപ്പം. മൊത്തത്തിലൊരു അത് റെഡിയാക്കാൻ പറ്റുന്ന കാര്യമാണല്ലോ. നിങ്ങൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും സ്റ്റാഫിനെ കൊണ്ടുപോകാനുള്ള കഴിവുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും പറ്റും. അതെ. ഓക്കെ സാർ, താങ്ക് യു. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാനും മോർണിംഗ് വാക്കിലായതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ എല്ലാവരുടെയും പറഞ്ഞോ സുരേന്ദ്ര സാർ, കുഴപ്പമില്ല, പറഞ്ഞോ. കേൾക്കുന്നുണ്ടല്ലേ? ഈ ഇമോഷണൽ ഇന്റലിജൻസ് ഒരു ഉണ്ടായ ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് ഇന്ന് വലിയൊരു സാഗരത്തിനെ ഒന്ന് ടച്ച് ചെയ്തു. കാരണം ഇത് കുറച്ച് കേൾക്കുന്നുണ്ടോ? എനിക്ക് കൊടുത്താലേ ആൾക്ക് മനസ്സിലാവുള്ളൂ ആണ് ശരിക്കും എന്താണെന്ന് എനിക്ക് തോന്നുന്ന ഒരു കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. ഇപ്പോൾ കേൾക്കുന്നുണ്ട്. എന്താണെന്നത് EI എന്താണെന്നുള്ളത് ശരിക്കും ഒരു മാസത്തെ ക്ലാസ് കണ്ടിന്യൂസ് കൊടുത്തിട്ട് നമുക്ക് ബേസിക് ആയിട്ട് ഇവര് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം.
അപ്പോൾ മാത്രമേ ഇതിനെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതെ. ആസ് എ പേഴ്സൺ എന്ന രീതിയിൽ അവർക്ക് എന്താണ് വേണ്ടത് ആദ്യം എന്നത്, ഒരു കമ്മ്യൂണിറ്റിയെ നല്ല രീതിയിൽ വാർത്തെടുക്കണമെങ്കിൽ അത് കറക്റ്റായിട്ട് ചെയ്യണം. Yes, yes. അതിനെ ഇമോഷണൽ ഇന്റലിജൻസിനെ അതിന്റെ പ്രാധാന്യം നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കി എടുക്കാൻ നമുക്ക് കഴിയും. അപ്പൊ ഈ ടോപ്പിക്ക് കുറച്ച് ഒരു സബ്ജക്റ്റിനെ ആഴത്തിലേക്ക് കൊണ്ടുപോകുക. അപ്പൊ എന്തായാലും ഈ ഒരു സബ്ജക്റ്റ് സാർ എന്ന് എടുത്തതിൽ ഒരുപാട് നന്ദി. എന്നെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു. സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഗോൾ സെറ്റിംഗ് ചെയ്തതിന് ശേഷമാണ് ഈ യാത്രകളൊക്കെ തുടങ്ങേണ്ടത് എല്ലാവരും. കാരണം ഓരോരുത്തരുടെയും ഗോൾ വ്യത്യസ്തമാണെങ്കിൽ ആ ഗോളിലേക്കുള്ള യാത്രയെ സഹായിക്കുന്ന നോളജും വിസ്ഡവുമാണ് ഇവിടെ കിട്ടുന്നതെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും ഗോൾ സെറ്റിംഗ് ചെയ്യിപ്പിക്കുക. ഇത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വന്നവർക്ക് അത് ചെയ്തിട്ടില്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ചെയ്യണം. ചെക്ക് ചെയ്യിപ്പിക്കണം. ആരൊക്കെയാണ് ഗോൾ സെറ്റ് ചെയ്യാത്തവര്, അവരെ കൊണ്ട് ഇത് ചെയ്യിച്ചിട്ട് ഈ യാത്രകൾ, ഇതൊരു യാത്രയാണ്, അവരവരുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ്. അപ്പൊ ആ യാത്രയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ നമ്മൾ കൂടെ വേണം, എന്തൊക്കെ കൂടെ വേണ്ട എന്നതിനെ കുറിച്ചുള്ള ഒരു ഐഡിയാസ് ആണ് ഈ നോളജിലൂടെ, ഈ വിസ്ഡത്തിലൂടെ അവരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദി സാർ, ഈ ഒരു സബ്ജക്റ്റ് EI എന്ന് എടുത്തതിന്. ഓക്കെ, താങ്ക് യു സാർ. വേറെ ആർക്കെങ്കിലും ഉണ്ടോ? അനീഷ് അല്ലേ? ഹലോ സാർ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. സാർ, പയ്യന്നൂരിൽ നിന്നാണ്, ഓക്കെ ഓക്കെ ഓക്കെ. കണ്ണൂർ ജില്ല. നമ്മൾ സ്പോർട്സ് വെയർ ബിസിനസ് ആണ്, മാനുഫാക്ചറിംഗ് ആണ്. ഇന്നലെ 2 വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോ ഇപ്പോഴത്തെ സാറ് പറയുമ്പോഴാണ് നമുക്ക് എന്ത് പറയും സാറോട് നല്ലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഗോൾ സെറ്റിങ്ങിന്റെ പ്രാധാന്യം. ഗോൾ സെറ്റിങ് സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലൊരു ഗോൾ ഉണ്ട്, നല്ല ഒരു വ്യക്തത നമ്മളെ ഗോളിന് ഇതുവരെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതിന്റെ ഒരു പ്രശ്നം സാറത്തെ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ ഒരു ഇമോഷണൽ ബാലൻസിന്റെയോ ഇതൊക്കെ പ്രശ്നമായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ട്. കാരണം വെച്ചാല് ഒരു ഗോൾ സെറ്റിങ്ങിന്റെ പ്രശ്നം, അത് എല്ലാവർക്കും ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നുന്ന കുറവുകൾ കൊണ്ടാണ് അത് സെറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് സാറ്. അല്ല, അവിടെ ഒരു തെറ്റുണ്ട്. എല്ലാവർക്കും പറ്റില്ല എന്ന് പറഞ്ഞത് ശരിയല്ല. നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടും, എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. പക്ഷെ ഇതില്ലാതെ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, അനീഷ് ഭായിക്കും പറ്റും. അത് ഇത് ചിലപ്പോൾ ഉണ്ടാവും. നമ്മൾ കൂടുതൽ ക്ലാരിറ്റി കൊണ്ടുവരാത്തത് കൊണ്ടാണ് ഈ വിഷയം വരുന്നത്. ഓക്കെ, എല്ലാവർക്കും പറ്റും, പറ്റാത്ത ആരുമില്ല. പക്ഷെ ഇത് വേണം, ഇത് ഉണ്ടെങ്കിൽ പറ്റുള്ളൂ, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മള് ഗോൾ സെറ്റിംഗ് മുമ്പായിട്ട് ഇതിനെ കുറിച്ച് ആലോചിക്കുക. നമ്മളെ കുറെ സമയം സ്പെൻഡ് ചെയ്യുക, പഠിക്കാൻ. ഓക്കെ, താങ്ക് യു. ഇപ്പം എനിവേ, ഞാൻ ക്ലാസ് വളരെ കുറച്ച് അരമണിക്കൂർ ഞാൻ എടുക്കത്തുള്ളൂ. കാരണം കൂടെ നീട്ടി എടുത്തിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞ സബ്ജക്റ്റ് ഒക്കെ കുറച്ച് ഡീപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് കിട്ടിയിട്ടേ അങ്ങോട്ട് പോയിട്ട് കാര്യമുള്ളൂ. കുറെ കാര്യങ്ങൾ വന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ ബുദ്ധിക്ക് മനസ്സിലാകുന്ന അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പറയാൻ പറ്റും. പക്ഷെ അത് കാര്യമില്ല. നിങ്ങൾ ആദ്യം ഇത് ഫാക്റ്റാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഇത് അംഗീകരിച്ചിട്ട് മാത്രമേ ബിസിനസ് ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് സത്യം. അപ്പൊ നേരത്തെ 40 വർഷത്തിന് മുമ്പേ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ടില്ലേ, അത് നമ്മൾ എടുക്കണം കേട്ടോ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ അക്ബർ ഭായി പറഞ്ഞത്, ചില ആൾക്കാർ വിജയിക്കാനുള്ള കാര്യം അവർക്ക് ഒരു വിദ്യാഭ്യാസം ഉണ്ടാവില്ല. അപ്പൊ വിദ്യാഭ്യാസം അല്ല പ്രധാനം, ഐക്യുവിൽ ഒരു കാര്യമില്ല സത്യത്തിൽ. ഇത് രണ്ടിലാണ് കാര്യം. ഇതുണ്ടെങ്കിൽ എല്ലാമായി. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അർജുൻ, ഞാനിങ്ങുണ്ടോ? യെസ് സാർ, കുഴപ്പമില്ല. അപ്പോൾ ഈ പീപ്പിൾ മാനേജ്മെന്റ് ഒക്കെ ഇനി ടോപ്പിക്കുകൾ വരും. നമുക്ക് എനിയാഗ്രാമിന്റെ ഒക്കെ ട്രെയിനിങ്സ് നമുക്ക് വരും. അപ്പൊ അതിനകത്തൊക്കെ നിങ്ങൾക്ക് സൈക്കോളജി എനിയാഗ്രാമിന്റെ ഒക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും അതിൽ കേട്ടോ. ഓക്കെ, സോ താങ്ക് യു എവരിവൺ. എത്രയല്ലേ ഉള്ളൂ പ്രശ്നം സാർ? ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം.
റൈറ്റ്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം കേട്ടോ. എന്ത് സംശയം ഉണ്ടെങ്കിലും ഗ്രൂപ്പിൽ ചോദിക്കാം പ്ലീസ്.